എന്തൊക്കെയാ മനോഹര ഞാൻ ഈ കേൾക്കുന്നത്? അവളിത് എന്തു ഭാവിച്ചാടാ? നിന്നോട് ചോദിച്ചിട്ടാണോ അവള് സിദ്ധുവിന്റെ വീട്ടിൽ പോയത്? ഓ, അതാണ് ഇത്ര വലിയ പ്രശ്നം. എന്നാ കേട്ടോ, ഞാൻ പറഞ്ഞിട്ട് തന്നെ ദേവികമ്മൾ അവിടെ പോയത്. അവിടെ പ്രേമയെ കാണാനില്ലെന്നറിയാലോ. നമ്മൾ അനുഭവിക്കുന്ന അതേ ദുഃഖം അവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വിട്ടതാ. അത് വേണ്ടായിരുന്നു. അവൾ ഒരിക്കലും ആ വീട്ടിൽ പോകാൻ പാടില്ലായിരുന്നു. എന്താ പോയാലേ അതിലെന്താ തെറ്റ്? ഒന്നല്ല 2 ദുരന്തങ്ങൾ നടന്ന വീടായത്. നിന്റെ ഭാര്യയെ കാണാനില്ല. അതിനേക്കാളും വലുതാണോ മനോഹര നിനക്കും നിന്റെ മരുമോക്കും ആ പ്രേമ? പാർവതിയേക്കാൾ വലുതാണ് പ്രേമെന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ എന്താ ഇതിനർത്ഥം? ആര് കണ്ടാലും അങ്ങനെയല്ലേ വിചാരിക്കൂ. ഓ, ശരത് മോൻ ഉണ്ടായിരുന്നു ഇതിന്റെ പിന്നില്. അമ്മ ഒന്ന് ചോദിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഏതോ ഒരു വൃത്തികെട്ടവന്റെ ഇടപെടൽ ഇതിലുണ്ടെന്ന്. എന്നാ കേട്ടോ രണ്ടാളും. സിദ്ധു എനിക്ക് എന്റെ സുതിമോന്റെ കൂട്ട് തന്നെ. അവന്റെ വീട്ടിലൊരു സങ്കടം ഉണ്ടായ അത് എന്നെ കൂടെ ബാധിക്കും. നേരിട്ട് പോയി അവരെയൊക്കെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കുണ്ട്. ആരോഗ്യസ്ഥിതി മോശമാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അങ്ങനെ ചെയ്യാത്ത. പകരം ഞാൻ എൻ്റെ മോളെ വിട്ടു. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. മറിച്ച് എനിക്കതിൽ സന്തോഷമുള്ളൂ, അഭിമാനമുള്ളൂ. എൻ്റെ കടമയാണ് ഞാൻ ചെയ്തത്. സ്വന്തം വീടിനോടും ഇവിടെ താമസിക്കുന്നവരോടും ഇത്രേ സ്നേഹമില്ലാത്ത ഒരുത്തനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നേ. നീ എന്റെ മകനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാ മനോഹര. ശരിക്കും നീ എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു. അമ്മയുടെ നിരാശ മാറ്റാൻ ചുറ്റും ആളുണ്ടല്ലോ. എല്ലാം തികഞ്ഞ ശരത് മോനുണ്ട്, ശരത് മോന്റെ അമ്മയുണ്ട്. എൻ്റെ അമ്മ എന്നെ അങ്ങ് ഒഴിവാക്കിയത്. ഞാൻ കൊള്ളാത്തവനാ, അമ്മ വിചാരിക്കുന്ന പോലെ പെരുമാറാൻ അറിയാത്തവനാ. പക്ഷെ ഒരു സത്യം അമ്മയെ ഓർക്കണം. അമ്മയ്ക്കൊരാവശ്യം വന്ന ഈ മകനെ ഉണ്ടാവുള്ളൂ സഹായിക്കാൻ എന്നും. മുത്തശ്ശി, നമ്മൾ പറഞ്ഞ എന്താണെന്ന് അച്ഛന് മനസ്സിലാവുന്ന പോലുമില്ല. അത്രയ്ക്ക് മാറ്റിക്കളഞ്ഞു ദേവിക അച്ഛന്റെ മനസ്സ്. എന്നെങ്കിലും ഒരിക്കൽ അവൻ സത്യം തിരിച്ചറിയുമോനെ, അതെനിക്ക് ഉറപ്പാ. ഈ വീട് പരിശോധിച്ചതിൽ 2 സാധ്യതകളാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഒന്ന്, പുറത്തുപോയ പ്രേമയ്ക്ക് പുറത്ത് വെച്ചെന്തെങ്കിലും സംഭവിച്ചതാണ്. 2, ഇവിടെ വെച്ചെന്തെങ്കിലും സംഭവിച്ചതാണ്. അതിനുള്ള സാധ്യത കുറവല്ലേ സർ? ഇതിനകത്ത് വെച്ച് സംഭവിക്കണമെങ്കിൽ അക്രമി ഇവിടെ വന്നിട്ടുണ്ടാവണ്ടേ? അഥവാ വന്നിട്ടുണ്ടെങ്കിലും ആ സ്ട്രഗിളിൽ ചേച്ചിക്ക് ബോധം പോയിട്ടുണ്ടാവണ്ടേ? ഒറ്റയ്ക്ക് ചേച്ചി എവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ സർ? ഒന്നിലേറെ പേരുണ്ടെങ്കിൽ അത് സാധിക്കില്ലേ സിദ്ധു? അതെ. മാത്രമല്ല, എന്തെങ്കിലും മാരകായുധം ഉപയോഗിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടല്ലോ. എന്താണ് സംഭവിച്ചതെന്ന് ഇവിടുത്തെ പരിശോധനയിൽ വ്യക്തമായി അറിയാൻ പറ്റിയിട്ടില്ല. ഒന്നുകിൽ ഞങ്ങൾ പറഞ്ഞ സാധ്യത പോലെ അന്ന് ഒന്നും ഇവിടെ വെച്ച് നടക്കാൻ ഇടയില്ല. 2, വിദഗ്ധമായി അതിൻ്റെ സൂചനകൾ അക്രമി ഒഴിവാക്കിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിരുന്നു. അങ്ങനെ വഴക്കൊന്നുമില്ലായിരുന്നു സർ. പിന്നെ ആകെ ഉണ്ടായിരുന്നത്, പറയൂ. ഈ നിൽക്കുന്ന ദേവികയുടെ വീട്ടില് സിദ്ധുവേട്ടൻ പോകുന്നത് പ്രേമേച്ചിക്ക് ഇഷ്ടമല്ലായിരുന്നു.